അധ്യാപനത്തിൽ മനസ്സുറപ്പിച്ച് അതിന്റെ സന്തോഷങ്ങൾ അനുഭവിച്ച് ജീവിച്ചു വരുന്ന കാലത്ത് ചില സംഭവവികാസങ്ങൾ ഉണ്ടായി. പ്രഭാകരൻ ഏറെ സ്നേഹിച്ച ഒരു തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നിടത്തേക്കായി കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ അപ്പോഴും സിനിമയുടെ ഇടങ്ങളിൽ നിന്ന് ഒരു മടങ്ങിപ്പോക്ക് ഇദ്ദേഹം ആഗ്രഹിച്ചതേയില്ല. MGRന്റെ മന്ത്രിസഭയിൽ RM വീരപ്പൻ ഇൻഫർമേഷൻ മിനിസ്റ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പല പ്രാവശ്യം വന്നു. പിന്നെ ഇതിൻ്റെ ഭാരവാഹികളൊക്കെ കണ്ടിട്ട് പറഞ്ഞു, അടയാർ ഗവൺമെൻറ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അവിടെ വിദ്യാർത്ഥികളെ ഒന്നും കിട്ടുന്നില്ല. നിങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്കാണ് വിദ്യാർത്ഥികൾ വരുന്നത്. അതുകൊണ്ട് അവിടെ ഫിലിം ആക്ടിംഗ് കോഴ്സ് നിർത്തിവെക്കേണ്ട ഒരു ചുറ്റുപാടിലാണുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ കോഴ്സ് നിർത്തണം. ഇത് MGR വിളിച്ച് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലോസ് ചെയ്തത്. ക്ലോസ് ചെയ്തപ്പോൾ ഇതിൻ്റെ ചേംബറിൻ്റെ ആളുകൾ ചോദിച്ചു, അപ്പോൾ ഞങ്ങളുടെ പ്രൊഫസേഴ്സും ഞങ്ങളുടെ അധ്യാപകരൊക്കെ എന്ത് ചെയ്യും? എല്ലാവരെയും അങ്ങോട്ട് അബ്സോർവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്തു. അവിടുത്തെ രീതിയും അവിടുത്തെ ഇതുമായിട്ട് എനിക്കൊരു വിധത്തിലും യോജിച്ച് പോകാൻ പറ്റിയില്ല. കാരണം അവിടെ ഡ്രാമയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചു വന്നവരായിരുന്നു. അതുകൊണ്ട് അവരുടെ പഠന രീതിയും നമ്മുടെ പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് കുറേ വ്യത്യാസം തോന്നിയതുകൊണ്ട് സ്റ്റുഡൻസ് തന്നെ കുറേയൊക്കെ അപ്സെറ്റായിരുന്നു. അതുകൊണ്ട് ഐ എം റിസൈനിങ് മൈ കോഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് പോരുകയുണ്ടായത്. സിനിമ എന്ന മാധ്യമത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ തന്റെ ജീവിതം ഉറപ്പിച്ചു നിർത്താനുള്ള പ്രയത്നത്തിലായിരുന്നു പ്രഭാകരൻ. സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളുമായി ചലച്ചിത്ര രംഗത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ് കലാകാരന്റെ യാത്ര പിന്നെയും കുറേ കാലം കൂടി തുടർന്നു. പക്ഷേ ഇന്ന് ഇദ്ദേഹം സിനിമയിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുകയാണ്. മധു സാർ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്, JMC ഔട്ട്ഡോർ യൂണിറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഒരു വില കൊടുത്ത് ഞാൻ അത് വാങ്ങി. പക്ഷേ ലേറ്റസ്റ്റ് എക്യുപ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ശരിക്കുള്ള വർക്ക് ഏറ്റെടുക്കാനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതും പിന്നെ കുറേ നടത്തിയതിന് ശേഷം ഞാനത് വേറെ ആൾക്ക് വിറ്റു. അതിനുശേഷം പിന്നെ വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഞാനങ്ങനെ യാതൊരു ഇതുമില്ലാതിരിക്കുകയാണ്. ഭാര്യയും മക്കളും പേരക്കുട്ടിയും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം കലാകാരൻ തന്റെ ജീവിത സായാഹ്നം സന്തോഷത്തോടെ കൊണ്ടുപോകുന്നു. കടന്നുപോയ കാലത്തെ നല്ല ഓർമ്മകളെ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഫാമിലിയാണിത്. എൻ്റെ ഭാര്യ ലീലയുടെ ജ്യേഷ്ഠത്തി ജയശ്രീ, ഇതാണ് എൻ്റെ മൂത്ത മകൻ സുഭാഷിൻ്റെ ഭാര്യ ഇവരുടെ മകൾ അശ്വിനി. എൻ്റെ രണ്ടാമത്തെ മകൻ നിതീഷ് ഏഗോൺ റെലിഗെയർ ഇൻഷുറൻസ് കമ്പനിയിലെ മാനേജറാണ്. എൻ്റെ മൂത്ത മകൻ സുഭാഷ് സിനിമയിൽ അഭിനയിക്കാൻ വലിയ താല്പര്യമാണ്. അവൻ ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിലെ മാനേജറാണ്. പക്ഷേ സിനിമാ മോഹം അവന് ധാരാളം ഉണ്ട്. സിനിമയിൽ ഒരു അഭിനേതാവിന്റെ ജീവിതം മോഹിച്ചെത്തിയതാണ് ഈ കലാകാരൻ. പക്ഷേ വിധി മറ്റൊരരങ്ങിൽ പേരെടുക്കാനുള്ള അവസരമാണ് ഇദ്ദേഹത്തിന് നൽകിയത്. ഇവിടെ കലാകാരൻ നഷ്ടസൗഭാഗ്യങ്ങളെ ഓർത്ത് നിരാശപ്പെടുകയല്ല, കിട്ടിയ ഭാഗ്യങ്ങളിൽ സന്തോഷിക്കുകയാണ്. അഭിനയമൊക്കെ ഉണ്ടെങ്കിലും ടച്ച് വിട്ടുപോയതുകൊണ്ട് ഒരു പുതുതായിട്ട് വീണ്ടും വരുന്ന വിധത്തിലുള്ള ഒരാഗ്രഹമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനം. അങ്ങനെ ഒരാഗ്രഹമില്ല എനിക്ക് ഇനിയിപ്പോൾ. കാരണം ഞാൻ പല വിധത്തിലും ഇത് ഇൻവോൾവായി, പല വിധത്തിലുള്ള സിനിമ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അധ്യാപകൻ പൂർണ്ണമായും എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് തന്നെ ആ അഭിനയത്തിൻ്റെ ഒരു തൃപ്തി കിട്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇനിയൊരു അഭിനയത്തിനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല.